ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് നല്ലൊരു അടിപൊളി മട്ടൻ കറിയാണ് ഉണ്ടാക്കുന്നത്. ചോറിൻ്റെയും ചപ്പാത്തിൻ്റെയും നെയ്ച്ചോറിൻ്റെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി കറിയാണിത്. ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് കുക്കർ ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പം അതിലേക്ക് 2 മീഡിയം സൈസ് സവാളയും 2 മീഡിയം സൈസ് തക്കാളി തൊലിയൊക്കെ കളഞ്ഞ് ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് ഇത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. നമ്മൾ തക്കാളി ഉള്ളി വഴറ്റുന്ന സമയത്ത് മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്ത് വഴറ്റുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടും. നമ്മൾ കറി ഉണ്ടാക്കുന്ന സമയത്ത് തക്കാളിയുടെ തൊലി കളഞ്ഞ് ചേർക്കുന്നതായിരിക്കും നല്ലത്. തൊലി കളഞ്ഞ് തക്കാളി ചേർത്ത് കഴിഞ്ഞാൽ തക്കാളി നല്ലപോലെ വെന്ത് ഉടഞ്ഞ് കിട്ടും. കറിയിൽ തക്കാളി കാണുകയും ചെയ്യില്ല. ഇനി ഇതിലേക്ക് മസാലപ്പൊടി ചേർത്ത് കൊടുക്കുക. 1.5 സ്പൂൺ മല്ലിപ്പൊടി, 1.5 സ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ ഒരു സ്പൂണിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒരു മീഡിയം സ്പൂണാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം ഗരം മസാല പൗഡറും കൂടി ചേർത്ത് കൊടുക്കുക. ഇത് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. നമ്മൾ മസാലപ്പൊടിയൊക്കെ ചേർത്ത് വഴറ്റുമ്പോൾ പെട്ടെന്ന് തന്നെ അടിയിൽ പിടിക്കും. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു 2 മിനിറ്റെങ്കിലും ഇതൊന്ന് വഴറ്റി കൊടുക്കുക. കൈയെടുക്കാണ്ട് ഇതുപോലെ വഴറ്റി കൊടുക്കുക. നല്ലപോലെ വഴന്ന് ഇതിൻ്റെ ഒരു പച്ചമണക്കം മാറണം. മസാലൻ്റെ പച്ചമണക്കം മാറി ചെറുതായിട്ടൊന്ന് എണ്ണ തെളിഞ്ഞ് വരണം. അത്രയും വരെ നമ്മൾ വഴറ്റി കൊടുക്കുക. അതാണ് ആ കറിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടുന്നത്. നമ്മൾ തേങ്ങയൊക്കെ വറുത്തരച്ച് കറി ഉണ്ടാക്കുന്നില്ലേ, ആ ഒരു ടേസ്റ്റാണ് ഇങ്ങനെ കറി ഉണ്ടാക്കി കഴിഞ്ഞാൽ കിട്ടുന്നത്. അതിനെക്കാട്ടി നല്ലൊരു ടേസ്റ്റ് തന്നെയുണ്ട്. മസാലേൻ്റെ പച്ചമണമൊക്കെ മാറുമ്പം ഒരു ഡാർക്ക് കളറായിരിക്കും ഉണ്ടാകുക. ആ സമയത്ത് എണ്ണ തെളിഞ്ഞ് വരും. ഇപ്പം നമ്മുടെ മസാല നല്ലപോലെ കളറൊക്കെ മാറി ഡാർക്ക് കളറായിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് മട്ടൻ ഇട്ട് കൊടുക്കുക. ഞാനിപ്പം 1/2 കിലോ ഒക്കെ എടുത്ത് മട്ടനാണ് എടുത്തിട്ടുള്ളത്. ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. കറിയിൽ ഞാൻ ഒട്ടും വെള്ളം ചേർക്കാണ്ടാണ് വേവിച്ചെടുക്കുന്നത്. ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് അതിൽ നിന്ന് മട്ടനിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും. ആ ഒരു വെള്ളത്തിൽ തന്നെ മട്ടൻ വെന്ത് കിട്ടും. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ വേവിക്കുന്ന സമയത്ത് ഒരു വിസിൽ വന്ന സമയത്ത് പിന്നെ നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾക്ക് വേവിച്ചെടുക്കാം. അങ്ങനെ ആകുമ്പം കറി അടിക്ക് പിടിക്കൂല, നല്ലപോലെ വെന്ത് കിട്ടുകയും ചെയ്യും. അത് ഓരോ കുക്കറിൻ്റെ ഇതിനനുസരിച്ചിട്ട് വേവിൽ വ്യത്യാസം വരും. ഞാൻ ആദ്യം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു വിസിൽ വന്ന സമയത്ത് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 25 മിനിറ്റാണ് വേവിച്ചിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ മട്ടൻ നല്ലപോലെ വെന്തിട്ടുണ്ട്. 25 മിനിറ്റ് കഴിഞ്ഞു. എയറൊക്കെ പോയതിന് ശേഷം തുറന്ന് നോക്കുമ്പോൾ ഇപ്പോൾ വെള്ളമൊന്നും ഇല്ലാണ്ട് തന്നെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഈ സമയത്ത് ഇതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഇത് നല്ലപോലെ ഒന്ന് കുറുകിയിട്ടുള്ളൊരു കറിയാണ്. തേങ്ങാപ്പാൽ ഇട്ട വത്തലും ഈ കറിയും നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ കറി നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട്. ഇനി ചൂടാറുമ്പോൾ നല്ലപോലെ ഒന്ന് വറ്റിപ്പോവും. അതുകൊണ്ട് ഇതിലേക്ക് കുറച്ചുകൂടി തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുക. ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഇതൊന്നും കൂടി തിളപ്പിച്ചെടുക്കുക. ചിലപ്പോൾ പറയുന്നേക്കാം തേങ്ങാപ്പാൽ ഒഴിച്ച് കറി തിളപ്പിച്ച് കഴിഞ്ഞാൽ കറി പിരിഞ്ഞു പോകുമ്പോൾ. ഇതുവരെ എനിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. പിന്നെ നല്ലൊരു പച്ചത്തേങ്ങ, അധികം വിളയാത്ത തേങ്ങേൻ്റെ പാലാണെങ്കിലാണ് പിരിഞ്ഞു പോകുന്നത്. അത്യാവശ്യം നല്ലൊരു മൂത്ത തേങ്ങാപ്പാലാണെങ്കിൽ കറി പിരിയാണ്ട് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. നല്ല വിളയാത്ത തേങ്ങേൻ്റെ പാലെടുത്ത് കഴിഞ്ഞ് ഇതുപോലെ നല്ലവണ്ണം തിളപ്പിക്കുമ്പോൾ കറി പിരിഞ്ഞു പോകും. ഇപ്പോൾ നമ്മൾ കറി ആയിട്ടുണ്ട്. ഇനി ഒരു പാത്രം വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായി വരുമ്പം അതിലേക്ക് ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ ഒരു ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞത്, അല്ലെങ്കിൽ വലിയ ഉള്ളി ഒരു ചെറിയ പീസ് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. ഒരു 2-3 വറ്റൽമുളക് പൊട്ടിച്ചിട്ട് അതും ചേർത്ത് കൊടുക്കുക. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി നല്ലപോലെ സവാള ഒരു ബ്രൗൺ കളറായി വരുമ്പോൾ, അധികം ബ്രൗൺ ആകണ്ട, ഒരു ചെറുതായിട്ട് ഒരു ബ്രൗൺ കളറായി വരുമ്പോൾ ഗ്യാസ് കുറച്ച് വെച്ചിട്ട് അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും 1 സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് ആ എണ്ണയിൽ നിന്നൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇതൊന്ന് മൂത്ത് വരുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നമുക്കിത് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം. നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു കറിയാണ്. പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എൻ്റെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇൻഷാ അല്ലാഹ് മറ്റൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം.